അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്പേട്ടിൽ നിന്ന് എന്തൊക്കെ വാങ്ങിയെന്നുള്ളൊരു വീഡിയോ ആണ്. ഇത്രയും ഡ്രസ്സുകളാണ് നമ്മൾ ചിക്പേട്ടിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കേൾക്കണോ? ഇതിനും വെറും 50 രൂപ. ഇത് മാക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് വേർത്തായിട്ട് തോന്നിട്ടോ. ഏറ്റവും കൂടുതൽ ലാഭം തോന്നിയത് എനിക്ക് ഈ ഒരു ജാക്കറ്റാണ്. ടോക്കിയോ ടോക്കീസ് എന്നാണ് ബ്രാൻഡ്. 100 രൂപ ഒക്കെ കിട്ടുക. ഇതിന് വെറും 50 രൂപ. ഇത് 4:00 5 മണിക്കൊക്കെ അവിടെ പോയി വെയിറ്റ് ചെയ്യണം. എന്നൊക്കെ മാർക്കറ്റൊക്കെ തുറക്കും. ആ ടൈമിൽ 20 രൂപക്ക് വിൽക്കേണ്ട സാധനം 50 രൂപക്കും. എല്ലാവരും നേരത്തെ കാലത്തെ പോകേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബോയ്സിനാണ് ചിക്പേട്ടിൽ ഫുള്ള് സാധനങ്ങളുള്ളത്. ഷൂസ് അത്രയും നേരത്തെ പോയിട്ട് അവിടെ ഒന്നും കിട്ടാനില്ല. 4:30 പോകണ്ട. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഒരു ഡ്രസ് ഹോൾ വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിലുള്ള ഡ്രസ്സസൊക്കെ ഞങ്ങൾ ചിക്പേട്ടിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഡ്രസ്സൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിൽ. അപ്പം നേരെ വീഡിയോയിൽ കിടക്കാം. അതിൽ ഡ്രസ്സുകൾ മാത്രമല്ല, അല്ലാത്ത കുറച്ച് സാധനങ്ങളോ കൂടിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ ഇനിയും ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത്രയും ഡ്രസ്സുകളാണ് നമ്മൾ ചിക്പേട്ടിൽ നിന്ന് വാങ്ങിയത്. ഇതിൻ്റെയൊക്കെ പ്രൈസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അപ്പോൾ ഫസ്റ്റത്തെ ഡ്രസ്സ് നമുക്ക് ഏതാ കാണിക്കാം? ഇത് കാണിക്കാം. ഈ ഡ്രസ്സിൻ്റെ പ്രൈസ് നിങ്ങൾ ഗസ് ചെയ്യണം. ഞാൻ ആദ്യം ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഗസ് ചെയ്തിട്ട് ഡ്രസ്സിന് എത്ര പ്രൈസ് ആയിട്ടുണ്ടാവുന്നു. ഇതൊരു കോട്ടൻ്റെ ഒരു കഫ്താൻ ഡ്രസ്സാണ്. കാണുന്നുണ്ടാവും. ഇതാണ് കഫ്താൻ ഡ്രസ്സ്. ഇത്രയും ലോങ് ആണ്. ഇതിൻ്റെ പ്രിൻ്റ് ഒക്കെ നല്ല രസമല്ലേ, നല്ല കളർ കോമ്പിനേഷൻ. ഇതുപോലെ ഇവിടെ ടൈ ചെയ്യാം. അപ്പം ഇതിൻ്റെ റേറ്റ് കേൾക്കണോ? ഇത് വെറും 50 രൂപക്കാണ് കിട്ടിയത്. 50 രൂപ. ഇത് യൂസ്ഡ് അല്ലാത്ത ഡ്രസ്സാണ്. മിന്ത്രയിൽ നിന്നുള്ള ഡ്രസ്സാട്ടോ. അപ്പം മിന്ത്രയിൽ സ്കാൻ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ഇതിൻ്റെ പ്രൈസ് കാണാം. നമുക്ക് ഇത് അഥവാ സ്കാൻ ചെയ്തിട്ട് മിന്ത്രയിൽ ഞാൻ കാണുകയാണെങ്കിൽ ആ ഫോട്ടോ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. നല്ല ഡ്രസ്സാണ്, നല്ല ക്വാളിറ്റി, നല്ല പ്യുർ കോട്ടൺ ഡ്രസ്സ്. ഒരു പാൻ്റാണേ. ഇത് നമുക്ക് വീട്ടിൽ നിന്നും ഇടാം, പുറത്തും ഇടാൻ പറ്റുമോ അറിയില്ല. ഇതൊരു പാൻ്റാണ്, പലോസോ. വലിയതാണേ, വലുത്. ഞാൻ ലൂസിലിടാൻ വേണ്ടിയിട്ട് വലുത് നോക്കി വാങ്ങിയതാണ്. ഇതുപോലത്തെ ഒരു ടൈ ഒക്കെ ഇവിടെ ഉണ്ട്. ഇതിന് 150 രൂപ കേട്ടോ. ഞാൻ 2 പാൻറ് വാങ്ങിയിട്ടുണ്ട്. 50 രൂപേൻ്റെ പാൻറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് വാങ്ങിയില്ല. എനിക്കിത് ഇഷ്ടപ്പെട്ടപ്പം വലിയ പ്രൈസൊന്നും ഇല്ലല്ലോ. ഇത് നമ്മളെ നാട്ടിൽ കിട്ടുന്ന 150 രൂപേൻ്റെ പാൻറ്റല്ല കേട്ടോ. നല്ല കട്ടിയുള്ള ക്ലോത്ത്. നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഡ്രസ്സല്ലേ, ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ടൈപ്പ് ക്ലോത്ത് ഇല്ലേ, ആ സെയിം സാധനം കേട്ടോ അത്. അന്നത്തെ പാൻറ്റ്. ഇതിൻ്റെ ഡ്രസ്സും ഇതും സെയിം പോലെ ഉണ്ടല്ലോ. ഇതാണ് പാൻറ്റ്. ഇവിടെ ഒരു ബോവാക്ക് ആയിട്ടുള്ള. അപ്പം ഇതും 150 റുപ്പീസാണ്. എന്ന് പറഞ്ഞ ബ്രാൻഡുമാണ് ഇതിൻ്റെ മുകളിൽ കൊടുത്തത്. അതൊക്കെ ഇനി കളർ ടാഗ് വെച്ചാണോ എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി ഈസ് അമേസിങ് ഗൈസ്. ക്വാളിറ്റി നമ്മൾ ഇവിടുന്ന് വാങ്ങുന്ന മാക്സി പോലെ ഒന്നല്ല. നമ്മൾ മാളിലൊക്കെ പോയി ഡ്രസ്സ് വാങ്ങൂലേ, ആ ഡ്രസ്സിൻ്റെ സെയിം ക്ലോത്തും ആ ഒരു കംഫർട്ടബിളൊക്കെ കേട്ടോ ഈ ഡ്രസ്സ് ഇടുമ്പോൾ കിട്ടുന്നത്. ഇത് നല്ല കട്ടിയുള്ളൊരു നൈറ്റിയാണ്. ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ ടാഗ് ഉണ്ട്. ഈ ഡ്രസ്സിന് പിന്നെ പോക്കറ്റും ഉണ്ട്. ഇത് നൈറ്റിയാണ്. ഈ നെക്സ്റ്റ് ഡ്രസ്സ് ഇതാണ്. ഇതൊരു ക്രോപ്പ് ടീഷർട്ടാണ്. ഇതിൻ്റെ റേറ്റ് പറയട്ടെ. ഇതിനും വെറും 50 രൂപ. 50 രൂപ. 50 രൂപയിൽ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് സൈസ് പറ്റാത്ത ചെറിയ സൈസുള്ള അതിന് അധികം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങാഞ്ഞത് കേട്ടോ. 50 രൂപയിൽ കുറേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വ്ളോഗ് ഇടുന്നുണ്ട്, അപ്പം അതിൽ കാണാം. ഇത് നല്ല ബ്രാൻഡ് ന്യൂ ടീഷർട്ടാണ്. ഞാൻ യൂസ്ഡ് ക്ലോത്ത്സ് ഒന്നും വാങ്ങിയിട്ടില്ല. യൂസ്ഡ് അല്ലാത്ത ക്ലോത്ത്സ് നോക്കിയിട്ടാണ് വാങ്ങിയത്. യൂസ്ഡ് ക്ലോത്താണ് കൂടുതലുള്ളത്. പിന്നെ ടാഗ് ഉള്ളത് നമ്മൾ നോക്കി വാങ്ങാം. ഇത് ഒരു എയർലൈൻ ടോപ്പ് പോലത്തെ ടോപ്പാണ്. ഞാൻ ഇതിൻ്റെ ഫോട്ടോസൊക്കെ സൈഡിൽ കൊടുക്കട്ടോ, ഫുൾ ഫോട്ടോ. ഇത് മാക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കാണുന്നുണ്ടോ? ബ്ലർ. ഇത് മാക്സിൻ്റെ ടോപ്പാണ്. ഞാൻ അധികം കോട്ടനെ വാങ്ങിയത്. നല്ല വാങ്ങിയില്ലേ?
അപ്പോൾ ഇതൊരു ടോപ്പ്, അത് 100 രൂപ. ആ മഞ്ഞ ടോപ്പിന് 100 രൂപ കേട്ടോ. പിന്നെ അടുത്തത് ഇനി ഞാനൊരു ടോപ്പും കൂടി വാങ്ങിയത്. അടുത്തത് ഇതാണ്. ഇതൊരു എന്തായാലും പറയാം, അനാർക്കലി ടൈപ്പ് ഡ്രസ്സാണ്. 100 രൂപക്കാണ് ഈ ഗൗണ് കിട്ടിയത്. ഗൗണ് പോലത്തെ ഡ്രസ്സ് വെറും 100 രൂപ. ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പ്. ഇനിയാണ് ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ ലാഭമായിട്ട് തോന്നിയൊരു സാധനം, 2 സാധനം. ഇത് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഒരു വൈഡ് ലെഗ് ജീൻസ്. വൈഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വീതിയാണ് ഇതിന്. ഈ ഒരു ജീൻസ് ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എന്തായാലും നിയർ 2000 റുപ്പീസ് വരും ഇതുപോലത്തെ ഒരു വൈഡ് ലെഗ് ജീൻസ് വേണമെങ്കിൽ. ഇത് വെറും 300 രൂപക്കാണ് കിട്ടിയത് ഈ ജീൻസ്. 300 രൂപയ്ക്ക് കണ്ട എത്ര വീതിയാ നോക്ക്. 300 രൂപ. കറക്റ്റ് ഫിറ്റിംഗ് ആണ്. നല്ല ഇത് ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് വൈഡ് ലെഗ് ജീൻസ്. ഇത് നല്ല വേർത്തായിട്ട് തോന്നിട്ടോ. ഏറ്റവും കൂടുതൽ ലാഭം തോന്നിയത് എനിക്ക് ഈ ഒരു ഡ്രസ്സിലാണ്, ഈ ഒരു ജീൻസിലാണ്. നെക്സ്റ്റ് വൺ ഇസ് ഇതൊരു ജാക്കറ്റാണ്. റെയിൻകോട്ട് പോലത്തെ ഒരു ജാക്കറ്റില്ലേ അത്. അപ്പം ഡ്രസ്സസൊക്കെ ഇതാണ്. പിന്നെ എനിക്കൊരു കോട്ടൺ കുർത്തിയും കൂടി വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ അലക്കിയിട്ടതാട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു തരട്ടെ, ഇതെന്ത് എത്ര വലുപ്പമുണ്ട് നോക്ക്. ഇപ്പം എൻ്റെ തല എൻ്റെ ഇതെന്ന് വെച്ച് നോക്കി നോക്ക്. ഇത്ര വലുപ്പമുണ്ട് എൻ്റെ കയ്യിൻ്റെ. ഇതിന് വെറും 100 രൂപ. 100 രൂപ ഗൈസ്, 100 രൂപ. ഇതൊക്കെ 100 രൂപയൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പാവകളുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് അടുത്തത്. ഇതിന് 100 രൂപ. പിന്നെ അവിടെ 50 രൂപക്കും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാൻ വ്ളോഗിൽ കാണിക്കുന്നുണ്ട് അതൊക്കെ. അപ്പം വ്ളോഗിൽ അവിടെയുള്ള ചിക്പേട്ടത്തെ കുറച്ച് കളക്ഷൻസിൻ്റെ വീഡിയോസ്, ഇത് കൂടാണ്ട് അവിടെയുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. അപ്പം വ്ളോഗും കൂടിയും കാണണേ. ഇതിന് 100 രൂപയല്ല, ഇതിന് വെറും 50 രൂപ. 50 രൂപ. ഇതിൻ്റെ മുഖം നോക്ക്. 50 രൂപ ഈ ഒരു പാവക്ക്. ഈ ഒരു ബൗ ഇതിന് 50 രൂപ. ഇതായി ഞങ്ങളെ ഫസ്റ്റ് പർച്ചേസ്, അതുകൊണ്ട് ബാർഗെയിൻ ചെയ്തില്ല. അപ്പോൾ 50 രൂപ. പിന്നെ ഇതൊരു റാൻഡം ഒരു ഹെയർ ജെല്ലാട്ടോ. അത് ഞാൻ അന്നപ്പത്തെ പെട്ടെന്നൊരാവശ്യം വന്നപ്പോൾ ഒരു ഹെയർ ജെൽ വാങ്ങിയതാണ്. 50 രൂപയുള്ളൂ തോന്നുന്നുണ്ട്. ഇത് പിന്നെ ഈ ഒരു സാധനം, ഇത് കുറേ പേര് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല ഈ സാധനം. ഇത് അധികം ആൾക്കാരും യൂസ് ചെയ്യുന്ന ഫ്ലേവേഴ്സാണ്. ഈ ചോക്ലേറ്റിൻ്റെ ഈ ഒരു ഫ്ലേവറും പിന്നെ ഈ ഒരു ഫ്ലേവറും. ഇതിൻ്റെ ഒന്നിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒന്നിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 245 രൂപയാണ് ഒറിജിനൽ പ്രൈസ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ. പക്ഷെ അവിടെ ഒരു ചിക്പേട്ടിൽ പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ഒരു കോംബോ ആയിട്ടൊരു പാക്കറ്റിലേനെ ഇത് രണ്ടും കൂടി 200 രൂപ. ഒന്നിൻ്റെ വില പോലും ഇല്ല ഈ രണ്ടെണ്ണത്തിനും കൂടി. അപ്പം ഞങ്ങൾ വിചാരിച്ച് ചിലതും പറ്റിപ്പായിരിക്കത്തില്ല, ഒന്നും ഉണ്ടാവില്ല, കാലിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കുറേ നോക്കിയപ്പോൾ കുറേ ഉണ്ട്. നിവ്യൻ്റെതുണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളെടുത്ത് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഗൈസ് എന്ത് മണം അറിയോ. ഇത് ഫുള്ളുണ്ട് കേട്ടോ. ഇത് ഉടായിക്കൊന്നല്ല. പിന്നെ ഡേറ്റ് കഴിഞ്ഞതല്ല, 2027 വരെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്. ഈ ഒരു ബ്രേസ്ലെറ്റ്, ഈ ബ്രേസ്ലെറ്റിൻ്റെ മുകളിൽ കുറച്ച് ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു എവിൾ അതിൻ്റെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ പൊട്ടി വീണു പോയി. പിന്നെ എനിക്കത് ഡിസ്റ്റർബൻസ് ആയപ്പോൾ ഞാൻ തന്നെ പൊട്ടിച്ച് വീഴ്ത്തിയതാണ്. പിന്നെ കിട്ടിയതാണ് ഈ മോതിരങ്ങൾ. സത്യം പറയുകയാണെങ്കിൽ ഇതുപോലത്തെ മോതിരത്തിന് വേണ്ടി ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നത് ഈ ഒരൊറ്റ മോതിരത്തിന് 299, അതായത് 300 രൂപ. പക്ഷെ എനിക്ക് ജയനഗറിന് ഇത് കിട്ടി. ഫോക്കസ് ആവുന്നില്ലല്ലോ. അതായത് പിന്നെ ഒന്നത് ഇത് വെറും 100 രൂപക്കാണ് കിട്ടിയത്. 100 രൂപക്ക്. അപ്പോൾ
അപ്പോൾ ഞാൻ വിചാരിച്ച് 2-3 പ്രാവശ്യം ഇടുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഇടലിന് തന്നെ ചിലപ്പോൾ കളറ് പോവുമായിരിക്കുന്നു. പക്ഷെ ഞാൻ ഇത് കുറേ ദിവസമായിട്ട് ഇട്ടിട്ടോ, കയ്യിൽ ഊരാണ്ട് തന്നെ ഇട്ട് കുറേ നേരം ഇട്ടിട്ടോ, ഫുഡ് കഴിച്ച് കൈ കഴിക്കുമ്പോഴൊക്കെ കയ്യിലിട്ടിട്ടുണ്ട്. ഞാൻ കളറ് പോകുന്നാണ് വിചാരിച്ചത്, പക്ഷെ തന്നെ കളറും പോകുന്നില്ല. 100 രൂപക്ക് എത്ര ലാഭമാണ് നോക്ക്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ചിക്പേട്ടിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ, ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഇതിനെപ്പറ്റി അറിഞ്ഞതും അവിടെ പോയി പർച്ചേസ് ചെയ്തത്. പക്ഷെ അധികം യൂട്യൂബ് ചാനലിലും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 4 മണിക്ക് 4:30 5 മണിക്കൊക്കെ അവിടെ പോയി വെയിറ്റ് ചെയ്യണം. അന്നപ്പോൾ മാർക്കറ്റൊക്കെ തുറക്കും, അപ്പോൾ അവിടെ ഇഷ്ടമായ സാധനം 20 രൂപക്കൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ്. പക്ഷെ ഞങ്ങൾ ഒരു 5:30 അവിടെ എത്തി. മാർക്കറ്റൊന്നും ഓപ്പണേ അല്ലായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയ ഓട്ടോ ഡ്രൈവർ വരെ പറഞ്ഞ് 9 മണിക്ക് ശേഷം വരുന്നതായിരിക്കും നല്ലത്. കാരണം ഈ എല്ലാവരും നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ അവിടെയൊക്കെ ആൾക്കാർ ഫുൾ മലയാളീസാണ് കേട്ടോ. അധികം മലയാളീസായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്താ പറഞ്ഞാൽ വെച്ചാൽ ഇങ്ങനെ കൂടുതൽ ആൾക്കാർ വാങ്ങാൻ വരുന്നത് കൊണ്ട് ആ ടൈമിൽ 20 രൂപക്ക് വിൽക്കേണ്ട സാധനം 50 രൂപക്കോ, 50 രൂപക്ക് വിൽക്കേണ്ട സാധനം 100 രൂപക്കാണ് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ടൈമിൽ എല്ലാവരും വന്നിട്ട് അതാണല്ലോ അഫോർഡബിൾ പ്രൈസ് എന്ന് വിചാരിച്ചിട്ട് ആ പ്രൈസിന് വാങ്ങും. പക്ഷെ അവരെന്താ പറഞ്ഞു വെച്ചിട്ട് 9 മണി 10 മണിയൊക്കെ കഴിയുമ്പോൾ ഈ 50 രൂപക്ക് വിറ്റ സാധനത്തിനൊക്കെ 20 രൂപ പറയും, 100 രൂപക്ക് വിറ്റ സാധനം 50 രൂപക്ക് പറയുന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നേരത്തെ കാലത്തെ പോകേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊരു 10 മണി 11 മണി വരെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അന്നപ്പോഴൊക്കെ മാർക്കറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ കറക്റ്റ് ഞാൻ പോയപ്പോഴുള്ള എക്സ്പീരിയൻസ് ഇതാട്ടോ പറഞ്ഞാൽ. ഞാൻ വ്ളോഗിൽ കാണിക്കുന്നുണ്ട് 5:30 അവിടുത്തെ അവസ്ഥ എന്താന്ന്. 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് അവിടെ മറ്റേ ഈ ടേബിളൊക്കെ ഇട്ട് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങുന്നത്. ഞങ്ങൾ ഫസ്റ്റൊക്കെ പോകുമ്പം 5:30 6 മണിയൊക്കെ ആകുമ്പോൾ എന്താ 2-3 സ്റ്റാൾസ് മാത്രമേ തുറന്നിട്ടുള്ളൂ. പിന്നെ എനിക്ക് വേറൊരു കാര്യം തോന്നിയെന്ന് വെച്ചാൽ ജെൻസിന്, ആൺകുട്ടികൾക്കാണ് അവിടെ കൂടുതലുള്ളത്. ആൺകുട്ടികളുടെ ജീൻസ്, ടീഷർട്ട്, ഷൂസ് എല്ലാം എനിക്ക് മെൻസിനുള്ള സാധനങ്ങൾ, ബോയ്സിനുള്ള സാധനങ്ങളുമായിരിക്കും തോന്നിയത്. ഗേൾസിൻ്റെ ഞാൻ അധികം കണ്ടില്ല. ഗേൾസിൻ്റെ അധികം ഈ 50 രൂപ 100 രൂപക്ക് യൂസ്ഡ് ഡ്രസ്സും പിന്നെ കുറച്ച് ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഞാൻ കണ്ടത്. എനിക്ക് ഡ്രസ്സസിൽ ഗേൾസിനോടാണ് പറയുന്നത്, ഗേൾസിൻ്റെ ഡ്രസ്സസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജയനഗറിലാണ്. അതാകുമ്പോൾ യൂസ്ഡ് ഡ്രസ്സേ അല്ല, നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. കറക്റ്റ് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഡ്രസ്സുകൾ തന്നെ ആയിരിക്കും. ഈ ഷോപ്പുകളിൽ ജയനഗർ പറയുമ്പോൾ സ്റ്റാൾസും ഉണ്ട്, ഷോപ്പുകളും ഉണ്ട്. ഷോപ്പുകളിലൊക്കെ പുതിയ പുതിയ ഡ്രസ്സുകൾ തന്നെ ആട്ടോ വെക്കുന്നത്. ഈ ഡ്രസ്സസ് വാങ്ങാനാണെങ്കിൽ ഗേൾസിൻ്റെ പർച്ചേസിനാണെങ്കിൽ എനിക്ക് ജയനഗറും, ബോയ്സിനാണെങ്കിൽ ചിക്പേട്ടും ആണ് കേട്ടോ എനിക്ക് തോന്നിയത്. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ ബോയ്സിനാണ് ചിക്പേട്ടിൽ ഫുള്ള് സാധനങ്ങളുള്ളത്. ഷൂസ്, ബാഗ്, ഷർട്ട്, ടീഷർട്ട്, ജീൻസ്, പിന്നെ ജാക്കറ്റ്, ബെൽറ്റുകൾ, പേഴ്സുകൾ ഒക്കെ ബോയ്സിനുള്ളതാണ് കണ്ടത്. പിന്നെ കുറച്ച് നേരം വൈകി കഴിഞ്ഞാൽ ഗേൾസിൻ്റെത് കൂടുതൽ വരുമോയെന്ന് എനിക്കറിയില്ല. പിന്നെ കിഡ്സിൻ്റെതൊക്കെ കളക്ഷൻസ് കുറവായിട്ട് കണ്ടത് ഉണ്ട്, എന്നാലും ബോയ്സിൻ്റെതാണ് കൂടുതലുള്ളത്. ആരും കഷ്ടപ്പെട്ട് ഉറക്കൊഴിച്ചിട്ട് 4:30 പോയി നിൽക്കണ്ട. ഞങ്ങൾ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് മലയാളി ചെക്കന്മാരൊക്കെ പറയുന്നത് കേട്ടാണ്, എന്തിനാണ് നേരത്തെ കാലത്ത് ഉറക്കൊക്കെ ഒഴിച്ച് ഇങ്ങോട്ട് വന്നത്, കുറച്ച് നേരം വൈകിട്ട് വന്നാൽ മതി. കാരണം അത്രയും നേരത്തെ പോയിട്ട് അവിടെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ അതാണ്. ചിക്പേട്ടിൽ പിന്നെ സൺഡേ മാത്രമാണ് കേട്ടോ ഈ വെച്ച് വിൽക്കുന്ന ഇതുപോലത്തെ സ്റ്റാൾസൊക്കെ ഉള്ളത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ സൺഡേ അല്ലായിരുന്നു പോയത്. അപ്പോൾ ഞങ്ങളവിടെ പോയിട്ട് ഒന്നും തന്നെ കിട്ടാണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിക്പേട്ട് പോയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ അന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് സൺഡേസിൽ മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ സൺഡേയിൽ പോയപ്പോഴും ഇതന്നെയാണ് അവസ്ഥ. 4:30 പോകണ്ട, ഒരു 6 മണിക്ക് ശേഷമൊക്കെ പോയാൽ മതി. 9 മണിയാകുമ്പോഴത്തേക്ക് പോയാലും മതി. സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഓരോ പുതിയ പുതിയ പാക്കറ്റ് പൊളിച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഓക്കെ, സാധനം തീർന്നു പോകുന്നു, നിങ്ങൾ മേടിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ.